മഞ്ഞുമൽ ബോയ്സ് ആ സിനിമയുടെ 30-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് സിനിമയുടെ 28-ാം ദിവസമാണ് തിയേറ്ററുകളിൽ. അടുത്തയാഴ്ച ആടുജീവിതം വരെ തിയേറ്ററുകളിൽ എങ്ങനെ പോയാലും റണ്ണിംഗ് തുടരുമെന്ന് ഉറപ്പാക്കപ്പെട്ട മഞ്ഞുമൽ ബോയ്സിന്റെ ഏറ്റവും പുതിയ കേരള വേൾഡ് വൈഡ് കേരള ട്രാക്കിംഗ് എസ്റ്റിമേറ്റ് കളക്ഷൻ എല്ലാം തന്നെ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. 200 കോടി രൂപയ്ക്ക് മുകളിലെ വേൾഡ് വൈഡ് കളക്ഷൻ വെറും 26 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്ത സിനിമയുടെ 28-ാം ദിവസമായി ഇന്നത്തെ കേരള ട്രാക്കിംഗ് കണക്കുകൾ പ്രകാരം കളക്ഷൻ വർധനയാണ് ഇന്നലത്തെ അപേക്ഷിച്ച് സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ ഇതേ സമയം 26 ലക്ഷത്തിന് മുകളിലായിരുന്നു കേരള ട്രാക്കിംഗ് എങ്കിൽ ഇന്നത് 29 ലക്ഷത്തിന് മുകളിലാണ്. ആദ്യ ദിവസം മുതൽ ഈ 28-ാം ദിവസം വരെ ഇതുവരെ സിനിമയുടെ കേരള കളക്ഷൻ 50 ലക്ഷത്തിൽ നിന്നും താഴേക്ക് പോയിട്ടില്ല. ഇന്നും സിനിമയ്ക്ക് 50 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് ഉറപ്പാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തോടെ 64 കോടിയിലേക്ക് സിനിമയുടെ കേരള ഗ്രോസ് എത്തുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. അതേസമയം തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ ഇന്നത്തോടെ 55 കോടി രൂപയ്ക്ക് മുകളിലേക്കും എത്തപ്പെടുമെന്ന് ഇപ്പോഴത് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ചിദംബരത്തിന്റെ സംവിധാനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സർവൈവൽ ത്രില്ലർ സിനിമ തമിഴ്നാട്ടിൽ വൻ തരംഗമായ സിനിമയാണല്ലോ. കർണാടകത്തിൽ 12 കോടിയിലേക്ക് കളക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന സിനിമയ്ക്ക് 28 ദിവസത്തെ വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷൻ റിപ്പോർട്ട് കണക്കുകൾ പ്രകാരം 205 കോടി രൂപയ്ക്ക് മുകളിലേക്ക് വേൾഡ് വൈഡ് കളക്ഷൻ എത്തുന്നതാണ്. അടുത്ത സിനിമയുടെ കൃത്യമായ വേൾഡ് വൈഡ് ഫിഗേഴ്സ് എല്ലാം തന്നെ ഈ വെള്ളിയാഴ്ചയോടെ ആയിരിക്കും പുറത്തു വരിക. ഇപ്പോഴും മികച്ചൊരു ഹോൾഡോട് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മഞ്ഞുമൽ ബോയ്സ് ഇതേ രീതിയിൽ പോകുകയാണെങ്കിൽ ഉറപ്പായിട്ടും ശനി ഞായർ കളക്ഷനോടെ 215-220 കോടി റേഞ്ചിലേക്ക് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എത്തുന്നതാണ്. അപ്പോൾ കാത്തിരിക്കും 20 കോടി രൂപയ്ക്ക് മുകളിൽ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തി തിയേറ്ററുകളിലെ വൻ വിജയം റെക്കോർഡ് വിജയം എല്ലാം തന്നെ നേടിയെടുത്ത മഞ്ഞുമൽ ബോയ്സിന്റെ ഫൈനൽ വരെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്